എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദാവീദ് രാജാവ് തൻ്റെ 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിലൂടെ യഹോവയെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. സങ്കീർത്തനം 27-1. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഈ സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റേതാണ്. ഇത് ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസത്തെയും പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായുള്ള അവൻ്റെ ആഗ്രഹത്തെയും പ്രതിഫലിപ്പിക്കുന്നു. അപകടകരമായ ഒരു സമയത്താണ് അദ്ദേഹം ഇത് എഴുതിയത്. കർത്താവ് എൻ്റെ വെളിച്ചമാണ്. തിരുവെഴുത്തിൽ വെളിച്ചം പലപ്പോഴും സത്യത്തെയും മാർഗനിർദ്ദേശത്തെയും പ്രത്യാശയെയും പ്രതീകപ്പെടുത്തുന്നു. ദൈവം വ്യക്തത കൊണ്ടുവരുന്നു, സത്യം വെളിപ്പെടുത്തുന്നു, ഭയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും തിന്മയുടെയും ഇരുട്ടിനെ അകറ്റുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. എൻ്റെ രക്ഷയും എന്നുള്ളത് ദൈവം തൻ്റെ രക്ഷകനും വിമോചകനുമാണെന്ന് വെളിപ്പെടുത്തുന്നു. ആത്മീയ അർത്ഥത്തിൽ മാത്രമല്ല, വളരെ പ്രായോഗികമായും ശാരീരികവുമായ അർത്ഥത്തിലും ശത്രുക്കളിൽ നിന്നും അവനെ രക്ഷിക്കുന്നു. ഞാൻ ആരെ ഭയപ്പെടും? ദൈവം ആരാണെന്നതിനാൽ ആരെയും ഒന്നിനെയും ഭയപ്പെടാൻ ദാവീദ് ഒരു കാരണവും കാണുന്നില്ല. ഇത് പ്രവൃത്തിയാലുള്ള വിശ്വാസമാണ്. ഭയത്തിന് മുകളിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയാണ് എന്ന് സൂചിപ്പിക്കുന്നത് ദൈവം ദാവീദിൻ്റെ സംരക്ഷകൻ മാത്രമല്ല, അവൻ്റെ ചൈതന്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഉറവിടമാണെന്ന് സൂചിപ്പിക്കുന്നു. ഭീഷണികൾക്കിടയിലും ധൈര്യത്തോടെ ജീവിക്കാൻ ഈ ശക്തി അവനെ അനുവദിക്കുന്നു. ഞാൻ ആരെ ഭയപ്പെടണം എന്നുള്ളത് ഒരു ആവർത്തനമാണ്. അത് ദാവീദിൻ്റെ ആത്മവിശ്വാസത്തെ ഊന്നിപ്പറയുന്നു. അവൻ തന്നിൽ തന്നെ പ്രശംസിക്കുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയിലും സാന്നിധ്യത്തിലുമാണ്. നമ്മൾ ഉത്കണ്ഠാകുലരാകുമ്പോഴോ ഭയപ്പെടുമ്പോഴോ ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ വാക്യം വളരെ ശക്തമാണ്. ദൈവം നമ്മോടൊപ്പമുണ്ടെന്നും നമ്മെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം ഒരു തിരഞ്ഞെടുപ്പാണ്. ഭയം അമിതമായി തോന്നുമ്പോഴും വിശ്വാസം പറയുന്നു, ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ നമ്മെ എതിർക്കാൻ എന്തിനു കഴിയും? ബാഹ്യമോ ആന്തരികമോ ആയ പരീക്ഷണങ്ങൾ, തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ നേരിടുമ്പോൾ ഈ പ്രാർത്ഥനയും ധ്യാനവും ഉപയോഗിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തേടുക. സ്നേഹപിതാവേ, എന്ത് എതിർപ്പ് നേരിട്ടാലും ദൈവത്തിൽ ആത്മവിശ്വാസം ഉറപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം നമുക്ക് ആരാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ വെളിച്ചം, രക്ഷ, ശക്തി നമുക്ക് ധൈര്യവും കൊടുങ്കാറ്റിൽ സമാധാനവും നാളെയുടെ പ്രത്യാശയും അവനിൽ കണ്ടെത്താം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.